അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. അബൂ മൂസ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് നിവേദനം. അവിടുന്ന് പറഞ്ഞു, വുലിദലി ഗുലാമുൻ, എനിക്കൊരു കുട്ടി പിറന്നു, ഒരാൺകുട്ടി എനിക്ക് പിറന്നു ജനിച്ചു. ഫഅതൈതു ബിഹിൻ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് ഞാൻ ആ കുട്ടിയെയും കൊണ്ടുപോയി. എനിക്ക് ജനിച്ച കുട്ടിയെയും കൊണ്ട് ഞാൻ നബി തങ്ങളുടെ അടുക്കലേക്ക് ചെന്നു. ഫസമ്മാഹു ഇബ്രാഹിം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുട്ടിക്ക് ഇബ്രാഹിം എന്ന് പേര് വെച്ചു. വഹന്നകഹു ബിതംറ, കാരക്ക കൊണ്ട്, ഈത്തപ്പഴം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുട്ടിക്ക് മധുരം കൊടുക്കുകയും ചെയ്തു. ഈത്തപ്പഴം കൊണ്ട് മധുരം കൊടുത്തു എന്ന് പറഞ്ഞാൽ ഈത്തപ്പഴം മൊത്തമായി കുട്ടിക്ക് തിന്നാൻ കൊടുത്തു എന്നല്ല, അത് ചവച്ചെടുത്ത് അതിൻ്റെ നീര് അല്പമെടുത്ത് ഈ കുട്ടിയുടെ നാവിൽ അതിൻ്റെ മധുരം കൊടുത്തു എന്ന്. അപ്പോൾ പണ്ട് കാലങ്ങളിൽ സ്വഹാബികളൊക്കെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ സ്വഹാബികളൊക്കെ കുട്ടികൾ ഉണ്ടാകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ ബറക്കത്തിന് വേണ്ടി കൊണ്ടുപോകാറുണ്ടായിരുന്നു. അവിടുന്ന് മധുരം തൊട്ടുകൊടുത്താൽ അതിൽ പുണ്യമുണ്ട്, ബറക്കത്തുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് സ്വഹാബികളെല്ലാം. ലോക മുസ്ലിംകളും അങ്ങനെയാണ്. മഹാന്മാരെ കൊണ്ട് മധുരം കൊടുപ്പിച്ചാൽ അതിൽ പുണ്യമുണ്ട്, ബറക്കത്തുണ്ടാകും. അതുപോലെ തന്നെ കഴിയുമെങ്കിൽ മഹാന്മാരായ ആളുകളെ കൊണ്ട് പേര് വിളിപ്പിക്കുക. അത് നാം ഏതെങ്കിലും പുസ്തകത്തിൽ എന്തെങ്കിലുമൊക്കെ പേര് കണ്ടുകൊണ്ട് ആ പേര് അവരെ കൊണ്ട് വിളിപ്പിക്കുന്നതിന് പകരം മഹാന്മാരെ കൊണ്ട് അവർ ഇഷ്ടപ്പെടുന്ന നല്ലൊരു പേര് കുട്ടിക്കിടാൻ അവരോട് തന്നെ നിർദ്ദേശിക്കുക. അതാണ് കൂടുതൽ നല്ലത്. ഇനി യോജിച്ച നല്ല ബറക്കത്തുള്ള പേര് നമ്മൾ നേരത്തെ കണ്ടെത്തി അത് അവരോട് നിർദ്ദേശിക്കുന്നതിന് വിരോധമില്ല. ഉസ്താദുമാരെ കൊണ്ട് അവരെ കൊണ്ട് പേര് വിളിപ്പിക്കുന്നത് കൊണ്ടും വിരോധമില്ല. പക്ഷേ നമ്മൾ തോന്നിയ പേര് പുസ്തകത്തിൽ നിന്ന് കണ്ടെത്തിയിട്ട് അങ്ങോട്ട് പറയുന്നത് ഒരിക്കലും നല്ല കാര്യമല്ല. നല്ല പേര് കണ്ടെത്തുക. കുട്ടികൾക്ക് ഒരിക്കലും ഭാവിയിൽ ദോഷം വരാത്ത നല്ല പേരുകൾ വേണം കുട്ടികൾക്ക് കണ്ടെത്താൻ. ഇപ്പോൾ പലരും പുസ്തകങ്ങളിൽ നോക്കി ഒരു മോഡേൺ പേരുകൾ കണ്ടെത്തി കുട്ടികൾക്ക് പേര് നിർദ്ദേശിക്കും. എന്നാൽ ഈ കുട്ടികൾ വലുതാകുമ്പോൾ ഒരുപക്ഷെ മതബോധമുള്ള കുട്ടികളായി വളരാനുള്ള സാഹചര്യം ഉണ്ടായാൽ, അതിനുള്ള തൗഫീഖ് ലഭിച്ചാൽ, ഈ കുട്ടികൾ മതബോധമുള്ളവരായി വളർന്നു വന്നാൽ ആ കുട്ടികൾക്ക് അവരുടെ മാതാപിതാക്കൾ ഇട്ട പേരിന്റെ പേരിൽ അവർ മാതാപിതാക്കളെ ശപിക്കുന്നൊരു സാഹചര്യം എത്തും. മതബോധമുള്ളവരായതുകൊണ്ട് ശപിച്ചു കൊള്ളണമെന്നില്ല, എങ്കിലും അവർ പറയും, എൻ്റെ മാതാപിതാക്കൾ എനിക്കിട്ട പേര് കണ്ടില്ലേ, ഇസ്ലാമുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞ് സ്വന്തം മാതാപിതാക്കളെ കുറ്റപ്പെടുത്തുന്നൊരു സാഹചര്യം ഭാവിയിൽ ഉണ്ടായേക്കാം. അതുകൊണ്ട് ഒരിക്കലും ഇസ്ലാം അംഗീകരിക്കാത്ത പേരുകൾ കുട്ടികൾക്കിടരുത്. കുട്ടികൾ ജനിക്കുമ്പോൾ ഒരുപക്ഷെ നമുക്ക് അവരോട് വാത്സല്യവും ഒക്കെ തോന്നും. ആ വാത്സല്യത്തിന്റെ പേരിൽ ഇക്കിളിപ്പെടുത്തുന്ന അല്ലെങ്കിൽ വാത്സല്യം തോന്നുന്ന പേരുകൾ നാം ഒരുപക്ഷെ ഇട്ടേക്കും. അത് ഭാവിയിൽ കുട്ടികൾക്ക് ദോഷം ചെയ്യാൻ സാധ്യതയുണ്ട്, അവരുടെ മനസ്സിനെ വ്രണപ്പെടുത്താൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇപ്പോഴേ നല്ല പേരുകൾ തിരഞ്ഞെടുത്ത്, മഹാന്മാരുടെ പേരുകൾ തിരഞ്ഞെടുത്ത് അവർക്ക് ഇട്ടാൽ അത് കുട്ടികൾക്കും സന്തോഷമായിരിക്കും, എല്ലാവർക്കും അതിൽ സന്തോഷമായിരിക്കും ഉണ്ടാവുക. ഒരിക്കലും പേര് മാറ്റിയിടരുത്. അതുപോലെ തന്നെ മധുരം നൽകുക. അത് ഏതെങ്കിലും മഹാന്മാരെ കൊണ്ട് നൽകിച്ചാൽ അതായിരിക്കും കൂടുതൽ ബറക്കത്ത്. അല്ലാഹു തആല നമ്മുടെയും നമ്മുടെ മക്കൾക്കൊക്കെ അല്ലാഹു തആല ജീവിതത്തിൽ ഖൈറും ബറക്കത്തും ഏറ്റി നൽകുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.